അടിപൊളി സാധനം, അത്യാവശ്യം നല്ല വെയിറ്റുള്ള, പക്ഷേ കത്തിക്കുമ്പോൾ ഇത് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഐഡിയ ഇല്ല. നമ്മൾ കണ്ടു എടുത്തുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബോക്സിലാണ് തോറിൻ്റെ ചിറ്റിക വരുന്നത്. ഈ ഒരു ബോക്സിൽ തന്നെ 2 തോറിൻ്റെ ചിറ്റിക ഉണ്ട്. അപ്പോൾ നമ്മളിത് ഈ തോറിൻ്റെ ചിറ്റിക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ നോക്കിയേ, കിടുക്കാച്ചൊരു വാൾ കേട്ടോ. ഈ സാധനം നോക്കി കാണുമ്പോൾ തന്നെ എന്താ ഭംഗിന്ന്. അപ്പോൾ ഇത് മിക്കവാറും നമ്മളുടെ എന്താ പറയുക, ഈ കയ്യിൽ പിടിച്ച് എത്തിക്കണ നമ്മളുടെ എന്താ പറയുക, മെഷ പോലല്ലോ, എന്താ പറയുക, പൂത്തിരി സ്റ്റൈൽ സാധനം ആവാനാണ് ചാൻസ്. പക്ഷെ ഇത് കാണുമ്പോഴും അതുപോലെ തന്നെ പിടിക്കുമ്പോഴും ആ ഒരു വെയിറ്റും പവറും നമുക്ക് ഫീൽ ചെയ്യണ സാധനമാണ്. കാണുമ്പോൾ നോക്കി നമ്മുടെ ഈമാൻ്റെ ഒക്കെ ആള് പോലെ ഇല്ലേ, നോക്കി ഷൂ ഷൂ ഷൂ, ആ ഒരു സെറ്റപ്പ് സാധനമാണിത്. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഈ കാണുന്ന മയിൽ. ഇവൻ കത്തിക്കുമ്പോൾ വിരിയണ ഒരു വിരിയലുണ്ട്. സംഭവം ശരിക്കും എന്താ പറയുക, മയിൽ ഇങ്ങനെ പീലി ഇരിക്കൂലേ, അതേപോലെ വിരിയണ ഒരു ഐറ്റം ഉള്ളത്. അപ്പോൾ ഇവനൊക്കെ നമ്മൾ എന്തായാലും അവസാനം കത്തിക്കുള്ളൂ കേട്ടോ. അതായത് കലാശക്കുട്ടീനെ നമ്മൾ എടുക്കുന്ന സാധനമാണ് ഇതൊക്കെ. അപ്പോൾ ഇരുന്നിരിപ്പിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡി ആവില്ല. ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് എന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇതേ നമ്മളൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഇവിടെ വന്നിരിക്കുമ്പോൾ ദേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി സാധനമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോപ്പർ ഇല്ലേ, അതായത് നിലത്തിട്ടുമ്പോൾ ഇടുമ്പോൾ പൊട്ടണ ഇട്ടാപ്പൊട്ടി, അതിന്റെ പുതിയത് വന്നിരിക്കുന്ന ഒരു ഐറ്റം കണ്ട. ഇതാണ് ബോക്സ് വരുന്നത്. കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കണ്ട, മാലാഖയുടെ ഏഞ്ചൽ സ്റ്റിക്കാണിത്, അതായത് മാലാഖയുടെ മാന്ത്രിക വടി. അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ നമ്മൾ കണ്ട ഫോട്ടോ ഫ്ലാഷ് പറഞ്ഞ ഒരു ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. കത്തിച്ച് നോക്കുമ്പോൾ അറിയാം ഫ്രീ ആയിട്ട് അത് സാധനങ്ങളൊക്കെ കത്തുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോം എന്ന് പറയുന്ന ഐറ്റമാണ്. അതായത് ഇതൊരു പടക്കമാണ്, വെള്ളത്തിലേക്ക് ഇട്ട് പൊട്ടിക്കാൻ പറ്റും, കയ്യിലൊക്കെ പിടിച്ച് പൊട്ടിക്കാൻ പറ്റും എന്ന് പറയുന്നത്. പക്ഷേ കയ്യിലൊന്നും പിടിച്ച് പൊട്ടിക്കുന്നത് പടക്കം നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ. കാരണം നമുക്ക് അപകടങ്ങളില്ലാത്ത രീതിയിൽ ഈ വിഷുവിന് നമുക്ക് പടക്കം പൊട്ടിക്കാം. അല്ലാതെ നമ്മൾ സാഹസികതകളൊന്നും കാണിക്കാനായിട്ട് നിൽക്കുന്നില്ല. ആരും തന്നെ സാഹസികതകളിലേക്ക് പോവാതിരിക്കുക. നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം പടക്കങ്ങൾ എപ്പോഴും പൊട്ടിക്കാനായിട്ട്. അതേപോലെ തന്നെ ഇത് കമ്പിത്തിരിയാണ് കേട്ടോ. ഇത് ഈ കാണുന്ന ഈ ഒരു ഐറ്റം കമ്പിത്തിരിയാണ്. ഇതിൽ 5 കളർ ഉണ്ടെന്നാണ് പറയുന്നത്. 5 കളർ ഈ നീളത്തിൽ വരുന്ന കമ്പിത്തിരികളാണ് ഇതിലുള്ളത്. നമ്മുടെ കലാഷ്നിക്കാവ് ഓർമ്മയുണ്ടോ? പണ്ടത്തെ വലിയൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട് പറന്നിങ്ങനെ അടിക്കണത്, അതിൻ്റെ കൊച്ചുമോൻ വന്നിട്ടുണ്ട്. ഇതാണ് കലാഷ്നിക്കാവോടെ കൊച്ചുമോൻ. അപ്പോൾ ഇവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഷോട്ടിൽ 288 പട്ട സാധനങ്ങൾ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര ചെറുതായതുകൊണ്ട് 200 ഒക്കെ ഉണ്ടാവും നമുക്കറിയില്ല. എന്നാലും അവർ പറഞ്ഞ എണ്ണം കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇതെന്തായാലും ഒരു വെറൈറ്റി സാധനമായിരിക്കുള്ളൂ. ഇനി ഒരു തോക്ക് വരുന്നുണ്ട്. ഇത് നമ്മളുടെ എന്താ പറയുക, 5G എന്ന് പറയുന്ന പിസ്റ്റൾ 5G എന്ന് പറയുന്ന ഒരു തോക്കാണ്. ഇത്